വെൽക്കം ടു ദ ചാനൽ EMIE. ഇന്ന് വിൻഡോസിൽ എങ്ങനെ പൈതൺ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം പൈതൺ സൈറ്റിലേക്ക് പോകാം. പൈതൺ ഇവിടെ ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് python.org ആണ്. നമുക്ക് ആ സൈറ്റിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് പൈതണിൻ്റെ സൈറ്റ്. ഇവിടെ പൈതണിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ലിങ്കിലേക്ക് പോകാം. ഡൗൺലോഡ്സ് എടുക്കുമ്പോൾ ഇവിടെ വിൻഡോസ് എന്ന ഓപ്ഷൻ കാണും. ഡൗൺലോഡ് ഫോർ വിൻഡോസ്. ഇവിടെ പൈതൺ 3.8.5 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പൈതൺ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഏകദേശം 25.5 MB ഉണ്ട്. പൈതൺ 3.8.5.exe ആണ് ഡൗൺലോഡ് ആവുന്നത്. പൈതണിൻ്റെ സൈറ്റിൽ ഇതിനെപ്പറ്റിയുള്ള ഡോക്യുമെൻറ്റേഷനൊക്കെ ഉണ്ട്. ഒരു ബിഗിനേഴ്സ് ഗൈഡൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ഗൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കിട്ടും. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. മെയിനായിട്ട് ലിനക്സ് പ്ലാറ്റ്ഫോമിലാണ് പൈതൺ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വിൻഡോസ് വേർഷനാണ് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തത്. പൈതൺ 3.8.5.exe ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റലേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ഇൻസ്റ്റാൾ നൗ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ പൈതൺ 3.8.5 32-bit വെർഷനാണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പൈതണിൻ്റെ സൈറ്റിൽ 32-bit 64-bit അവൈലബിൾ ആണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 32-bit ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അവിടെ x86 ഇൻസ്റ്റാളർ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതല്ല 64-bit ആണ് വേണ്ടതെങ്കിൽ x86 64 എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വിൻഡോസ് സിസ്റ്റം 64 ആണെങ്കിൽ അതിൽ 32-bit-ൻ്റെയും 64-bit-ൻ്റെയും വേർഷൻസ് വർക്ക് ചെയ്യും. ഇനി വിൻഡോസ് 32-bit ആണെങ്കിൽ പൈതൺ 32 മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. സൈറ്റിൽ ഡീഫോൾട്ടായിട്ട് ഡൗൺലോഡ് കൊടുത്തിരിക്കുന്നത് 64-bit ആണ്. 32-bit നമ്മൾ ഈ സൈറ്റിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കേണ്ടതാണ്. ഇവിടെ ഇൻസ്റ്റലേഷൻ ഏകദേശം 1 മിനിറ്റാണ് എടുക്കുന്നത്. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, ഡിസേബിൾ പാത്ത് ലെന്ത് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. പാത്ത് ലെന്ത് ലിമിറ്റേഷൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ പൈതൺ സക്സസ്ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. ബ്രൗസ് വിൻഡോയിൽ നമുക്ക് CMD എന്ന് ടൈപ്പ് ചെയ്യാം. CMD ഓപ്പൺ ചെയ്ത് റൺ ചെയ്യുക. എന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ഇതിൽ പൈതൺ സ്പേസ് -v എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നിരിക്കുന്നത് പൈതണിൻ്റെ വേർഷനാണ് 3.8.5. ഇനി പൈതൺ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് കമാൻഡ് പ്രോംപ്റ്റിൽ തന്നെ പൈതൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം. ഈ വന്നിരിക്കുന്ന പ്രോംപ്റ്റാണ് പൈതണിൻ്റെ പ്രോംപ്റ്റ്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഓരോ വാല്യൂസ് 4, 5 ഇങ്ങനെ വാല്യൂ കൊടുക്കുമ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്കൊരു വേരിയബിൾ a = 4 എന്ന് കൊടുക്കാം. വേരിയബിൾ b = 5 എന്ന് കൊടുക്കാം. ഇതിന് a+b എത്രയാണെന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഇനി a × b യും a/b ഒക്കെ ചെയ്ത് നോക്കാം. അതായത് പൈതൺ ഈ സിസ്റ്റത്തിൽ വർക്കിംഗ് ആണ്. ഇനി പൈതണിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് എക്സിറ്റ് ഡബിൾ ബ്രാക്കറ്റ് കൊടുക്കുക. കമാൻഡ് പ്രോംപ്റ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് എക്സിറ്റ് എന്ന് മാത്രം കൊടുത്ത് എൻ്റർ ചെയ്യാം. നമ്മളിപ്പോൾ ഇൻട്രാക്റ്റീവ് മോഡിൽ എങ്ങനെ പൈതൺ വർക്ക് ചെയ്യുന്നു നോക്കി. അടുത്തായി സ്ക്രിപ്റ്റിംഗ് മോഡിൽ ഏതെങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. അതിനുവേണ്ടി നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാനൊരു വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാം ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ നോട്ട്പാഡാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് എഴുതാൻ പറ്റും. ഇവിടെ ഞാൻ a = 7, b = 9 എന്ന് കൊടുക്കുന്നു. ദെൻ എയുടെ വാല്യൂ പ്രിൻറ്റ് a എന്ന് കൊടുക്കുന്നു, b പ്രിൻറ്റ് b എന്ന് കൊടുക്കുന്നു. ഇനി c = a+b എന്ന് കൊടുക്കുന്നു. ദെൻ സിയുടെ വാല്യൂം പ്രിൻറ്റ് ചെയ്യുന്നത് c. ഇനി ഈ പ്രോഗ്രാമിനെ സേവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫയൽ നെയിം കൊടുക്കാം. ഇവിടെ ഞാൻ കൊടുക്കുന്ന പേര് test.py എന്നാണ്. ഇത് ഡെസ്ക്ടോപ്പിലേക്കാണ് സേവ് ചെയ്യുന്നത്. പ്രോഗ്രാം സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ എക്സിക്യൂട്ട് ചെയ്യാം. അതിനുവേണ്ടി വീണ്ടും കമാൻഡ് പ്രോംപ്റ്റിൽ പോകുന്നു. ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഡെസ്ക്ടോപ്പിലായതുകൊണ്ട് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് പോകാം. cd ഡെസ്ക്ടോപ്പ് പ്രോംപ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രോഗ്രാം ഡയറക്റ്റ് റൺ ചെയ്യാം. python test.py. ഇവിടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്.
എയുടെയും ബിയുടെയും വാല്യൂ അതിൻ്റെ സമ്മും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്ക്രിപ്റ്റ് ഫയലുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് സെർച്ച് വിൻഡോയിൽ പൈതൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇതാ വീണ്ടും നമുക്ക് പൈതൺ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ പൈതണിൻ്റെ ഡീഫോൾട്ട് ലൊക്കേഷനിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയ test.py എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ ആയിരിക്കും കാണിക്കുന്നത്. കാരണം പാത്ത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എറർ ആയിരിക്കും കാണിക്കുന്നത്. നമുക്ക് വീണ്ടും പ്രോഗ്രാമിലേക്ക് പോകാം. പ്രോഗ്രാം ഡെസ്ക്ടോപ്പിലുണ്ട് test.py. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് കാണിക്കും. പക്ഷേ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. ആ വിൻഡോ ക്ലോസ് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് പ്രോഗ്രാമിനെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് വിത്ത് IDLEയിൽ ഓപ്പൺ ചെയ്യാം. IDLE എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ലേണിംഗ് എൻവയറമെൻറ്റ് എന്നാണ്. നമുക്കതിൽ ഓപ്പൺ ചെയ്യാം. പ്രോഗ്രാം IDLE ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ റൺ എന്നൊരു ടാബ് കാണുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാം. അല്ലെങ്കിൽ F5 പ്രസ് ചെയ്താലും മതി. ഇത് IDLEയിൽ പ്രോഗ്രാം റൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലൊക്കേഷൻ, അതായത് ഡെസ്ക്ടോപ്പിലെ പ്രോഗ്രാം തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. റിസൾട്ടും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ മെത്തേഡിൽ നമുക്ക് പൈതൺ പ്രോഗ്രാം വിൻഡോസിൽ നിന്നുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. പൈതൺ വിൻഡോസിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും പൈതണിൽ എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.